നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഒരു തകർന്ന് വീണുപോയ ഒരു പൂപ്പാത്രത്തിൻ്റെ കഥ വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ ദിവസം CPM-ൻ്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നു. ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമ്മുടെ മേയർ ഉണ്ടല്ലോ, ആര്യ രാജേന്ദ്രൻ, മുൻ മേയർ, ഇപ്പോഴും ആ പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെ ഒരു ഭാഗ്യം ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. മുൻ മേയർ, കുട്ടി എന്ന് വിളിക്കല്ലോ മേയർ. ശരിയാണ്, ഒരു ചർച്ചയിൽ കുട്ടി എന്ന് ഞാൻ കുട്ടിയൊന്നുമല്ല, ഞാൻ മേയറാന്ന് പറഞ്ഞു. ക്ഷുഭിതയായി. പക്ഷേ പറയുന്നത് ഞാൻ ബാലസംഘം വരെ പോയിട്ടുള്ളൂ, അവിടെ നേരെ കോർപ്പറേഷനിലേക്ക് വന്നു. ഏറ്റവും ചെറിയ പ്രായത്തിൽ മേയറായി എന്ന് അവകാശപ്പെട്ടിരുന്ന ആളാണ്. അതിലും ചെറിയ പ്രായത്തിലായ ആളുണ്ട്. അതെ അതെ. പക്ഷെ കുട്ടി എന്ന് വിളിച്ച പ്രശ്നം. അതെ, പക്ഷെ ആ കുട്ടി അല്ലാത്ത മേയർ, കുട്ടിയല്ലാത്ത മേയർ, ഈ പഴയ മേയർ രൂക്ഷമായ വിമർശനമാണ് ഈ മേയറുടെ തലതൊട്ടപ്പെന്നെന്നോ കാരണഭൂതമെന്നോ കാരണവരെന്നൊക്കെ പറയാവുന്ന നമ്മുടെ മുൻ മന്ത്രി ശിവൻകുട്ടി. നേമത്ത് നിന്ന് ശിവൻകുട്ടി തോറ്റതിന് കാരണം ഈ ആര്യയാണെന്നാണ് ഇപ്പൊ പറയുന്നത്. രൂക്ഷമായ വിമർശനം എന്ന് പറഞ്ഞാൽ ആര്യ രാജേന്ദ്രനെ എടുത്ത് ഉടുത്തു കളഞ്ഞു. ജില്ലാ കമ്മിറ്റിയിലുണ്ടല്ലോ. അദ്ദേഹം പറയുന്നത് പ്രചരണ സമയത്ത് ഏറ്റവും വലിയ തലവന് രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നില്ല, ശബരിനാഥ് ആയിരുന്നില്ല, ഈ ആര്യയായിരുന്നു. കാരണം എവിടെ ചെന്നാലും ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചിട്ട് നോക്കുമ്പോൾ അവിടെ നിൽക്കും. പൂജപ്പുര ചെന്ന് പ്രസംഗിച്ചപ്പോഴും കുഞ്ഞിനെയും കൊണ്ട് ഒരു വേദിയുടെ സൈഡിൽ നിൽക്കുന്നു. ഇടയ്ക്ക് എൻ്റെ പ്രചരണ വാഹനത്തിൽ കയറാൻ വന്നു. എനിക്കൊപ്പം ഉണ്ടായിരുന്ന സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അത് നിയമത്തെ വോട്ടർമാരല്ല, വനിതാ സഖാക്കൾ, അവർ അനുവദിച്ചില്ല. ഇനി ഇവളെ ഈ വണ്ടി കേട്ടിരുന്നു, അങ്ങനെ പറഞ്ഞു തന്നു. അങ്ങനെ താൻ തോൽക്കാൻ കാരണം, നമ്മുടെ സെൻട്രലിൽ തോൽക്കാൻ കാരണം, പിന്നെ നെയ്യാറ്റിൻകരയിലും കോവളത്തും ഒക്കെ തോക്കാൻ കാരണം, ഈ എല്ലാം തോക്കാൻ, കഴക്കൂട്ടത്ത് തോക്കാൻ കാരണം, കഴക്കൂട്ടത്തും നഗരസഭ പരിധിയാണല്ലോ, കഴക്കൂട്ടത്ത് തോക്കാൻ കടമ്പള്ളി തോക്കാൻ കാരണം, എല്ലാത്തിനും കാരണക്കാരി ഈ പെൺകുട്ടിയാണെന്നാണ് പറയുന്നത്. ജി സുധാകരൻ തോറ്റതിന് അതിൻ്റെ പറഞ്ഞില്ല, കാരണം ജില്ലാ കമ്മിറ്റിക്ക് പുറത്ത് പോയിട്ടില്ല. പക്ഷെ എല്ലാം കൂടെ ആര്യ രാജേന്ദ്രൻ എന്ന ആ ഒരു പെൺകുട്ടിയുടെ തലയിൽ കൊണ്ടങ്ങ് വെച്ചു. ഭാഗ്യക്കടാകാം, അല്ലെങ്കിൽ സമയക്കടാകാം, പാട്ടിലേക്ക് വന്നു കയറുന്നത് ഇടതുകയിൽ വെച്ചാകാം, അങ്ങനെയൊക്കെ ഇപ്പൊ ആലോചിക്കുന്നുണ്ട്. പക്ഷേ സമയമൊക്കെ നോക്കിയിട്ടായിരുന്നു, ഏതോ ഒരു ജോത്സ്യന്റെ അടുത്ത് പോയി സമയമൊക്കെ നോക്കിയിട്ടാണ് വന്നത്. പക്ഷെ അത് പാളിപ്പോയി. അതെ, ഇല്ലത്തുനിന്ന് പുറപ്പെട്ടു അമ്മാത്തേക്ക് എത്തിയില്ല എന്നൊരു അവസ്ഥയായി. ഇവിടുന്ന് പുറപ്പെട്ട് ബാലുശ്ശേരിയിൽ കോഴിക്കോട് എത്തി, അവിടെ എത്തിയില്ല. അവിടെയും പുറത്ത് കാണിക്കാൻ പറ്റുന്നില്ല, ഇവിടെയും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ആകപ്പാടെ അതിന്റെ ഭാവി പോയി. ഇനി എവിടെയെങ്കിലും ഒരു ജോലിക്ക് എന്ന് കയറിയാൽ പോലും, ഒരു രക്ഷയില്ലാത്ത അവസ്ഥ, ഒരു ജോലിക്ക് എന്ന് കയറിയാൽ പോലും അവിടെ അറിയപ്പെടുന്നത് പഴയ ട്രോളും, നമ്മുടെ പാളയത്ത് റോഡിൽ യദുവിനെ വലിച്ചു കയറി ഒട്ടിച്ച ആ ഇതൊക്കെ. ശരിക്കും അത് ആര്യ രാജേന്ദ്രൻ എന്നൊരു പെൺകുട്ടി എന്ന രീതിയിൽ എനിക്ക് സങ്കടമുണ്ട്. കാരണം ആദ്യം നമ്മൾ മാനിക്കേണ്ടത് മുൻ മേയർ ഒരു പെൺകുട്ടിയാണ്. ഒരു പെൺകുട്ടിക്ക് അർഹിക്കുന്ന ഒരു ബഹുമാനം കൊടുക്കണ്ട, ഒരു പരിഗണന അല്ലെങ്കിൽ ഒരു റെസ്പെക്ട് ഈ CPM നേതാക്കള് കൊടുത്തിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ആര്യ രാജേന്ദ്രൻ മേയർ ആകാനുള്ള സാഹചര്യം പോലും അന്നുണ്ടായത് 2 മേയർ സ്ഥാനാർത്ഥികളായി, വനിതയായിരുന്നു, സംവരണമായിരുന്നു, 2 മേയർ സ്ഥാനാർത്ഥികളായി വെച്ചിരുന്ന പ്രൊഫസർ എം ജി ഒലീനയും അതുപോലെ തന്നെ പുഷ്പലതയും, 2 പേരും തോക്കുന്ന സാഹചര്യം ഉണ്ടായി. പുഷ്പലതയെ അതൊരു ഷുവർ ബെറ്റായ സീറ്റായിരുന്നു. പുഷ്പലതയെ മത്സരിപ്പിച്ച നെടുങ്കാടായിരുന്നു. പക്ഷേ അവിടെ കരമന അജിത്ത് നെടുങ്കാട് ആ പ്രാവശ്യം 4000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കരമന അജിത്ത് അവിടെ വിജയിച്ചു. അതോടുകൂടി പുഷ്പലതയുടെ സാഹചര്യം പോയി. അവസാനം പിന്നെ വളരെ കുറച്ച് അല്ലല്ല ചെയർമാനൊക്കെ ആയിരുന്ന ആളാണ്, മുതിർന്ന രീതിയിൽ പ്രവർത്തിച്ചിരുന്ന കൗൺസിലറാണ്. അപ്പോൾ ഇതില് നമുക്ക് മനസ്സിലാക്കേണ്ടത് ആ സമയത്ത് ഒരു ലക്കിന് കിട്ടിയതാണ് ആര്യ രാജേന്ദ്രൻ ഈ മേയർ പദവി എന്നുള്ളതാണ്. മറ്റാരും ഇല്ലാത്തപ്പോൾ എങ്ങനെയെങ്കിലും ഇതൊരു പുതിയ കുട്ടി മേയറിനെ ഇറക്കി, എനിക്ക് തോന്നുന്നു യുവജനങ്ങളെയൊക്കെ പാർട്ടിയിലേക്ക് ആകർഷിക്കാം എന്ന് വിചാരിച്ചിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ആ ടൈപ്പിലാണ്, അതാണ് വിചാരിച്ചിരുന്നതെന്ന് തോന്നുന്നു CPM. ഏതായാലും അത് പാളി എന്ന ആദ്യം മുതൽ തന്നെ, അതായത് ഈ ആര്യ രാജേന്ദ്രൻ മേയറായ ആ സെക്കൻഡ് മുതൽ ഈ ഓരോ ഘട്ടങ്ങളിലും എല്ലാവരും ചൂണ്ടിക്കാട്ടിയതാണ് ഈ തെരഞ്ഞെടുപ്പ് ശരിയല്ല, ഇവർക്കൊന്നും അറിയില്ല, ഇവർക്ക് ധാർഷ്ട്യം മാത്രമാണ് കൈമുതലായുള്ളത്, ഇവരെ മേയറാക്കി കൊണ്ടു നടന്നാൽ നഗരസഭയിൽ ഒന്നും സംഭവിക്കില്ല, അഴിമതി മാത്രമാണ് സംഭവിക്കുന്നത്, നിരവധി തവണ തെളിഞ്ഞു. നമുക്കറിയാം ഈ പ്രാവശ്യത്തെ ആറ്റുകാൽ പൊങ്കാല വലിയ വിവാദമാക്കാൻ ഇവർ ശ്രമിച്ചു. അതിൻ്റെ പിന്നിലും മേയർ ആര്യ രാജേന്ദ്രന് വേണ്ടിയായിരുന്നു നമുക്ക് മനസ്സിലാക്കാം. കാരണം കഴിഞ്ഞ മേയർ ആയി ചുമതല ഏറ്റെടുത്ത ഉടനുണ്ടായ ആറ്റുകാൽ പൊങ്കാല, ആ പൊങ്കാല സത്യത്തിൽ കൊറോണയുമായി ബന്ധപ്പെട്ട് എല്ലാവരും വീടുകളിലാണ് ഇട്ടത്. അപ്പം അന്ന് പൊങ്കാല റോഡിൽ നടന്നിട്ടില്ല. ആ പൊങ്കാലയ്ക്ക് ഇഷ്ടിക മാറ്റാനും അതുപോലെ തന്നെ നഗരം വൃത്തിയാക്കാനും ശുചീകരണ തൊഴിലാളികൾക്ക്, അതായത് അവനവൻ്റെ വീട്ടിലിട്ട പൊങ്കാലയ്ക്ക്
നഗര ശുചീകരിക്കാനും ഒക്കെ പണം എഴുതിയെടുത്തതടക്കമുള്ള കാര്യങ്ങൾ അന്ന് മുതൽ തന്നെ ഭക്ഷണത്തിന് ബിരിയാണി വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് ശുചീകരണ തൊഴിലാളികൾക്ക് ആഹാരം കൊടുക്കാതെ അത് കമത്തിക്കളഞ്ഞത്, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ആര്യ രാജേന്ദ്രനുമായി ബന്ധപ്പെട്ടുണ്ട്. നമ്മളിപ്പോൾ നഗരസഭയുമായിട്ട് നിരന്തരം സമ്പർക്കത്തിലുള്ള ആൾക്കാരല്ല. ഇപ്പം തന്നെ നമുക്കറിയാം ഈ പറയപ്പെടുന്ന ശിവൻകുട്ടി പറഞ്ഞു, അവിടെയുള്ള സ്ത്രീകൾ സഖാക്കൾ പറഞ്ഞു എന്ന് പറയുന്നു. ആദ്യം ഇതിനെതിരെ രംഗത്ത് വന്നത് ആ കൗൺസിലിൽ തന്നെ ഉണ്ടായിരുന്ന വഞ്ചൂർ ബാബുവിൻ്റെ മകളായ ഗായത്രി ബാബുവാണ്. ആദ്യം ഈ BJP അധികാരത്തിൽ വന്ന ആദ്യത്തെ സമയത്ത് ആര്യക്കെതിരെ വിമർശനം ഉന്നയിച്ച് തുറന്നു വന്നത് അവരാണ്. അപ്പോൾ പക്ഷെ ഞാൻ ഈ ഗായത്രി ബാബുവിനെ കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ അവിടെയുള്ളവർക്ക് ഞാൻ ചോദിച്ചത് BJP കൗൺസിലർമാരോടാണ്. BJPയുടെ കൗൺസിലർമാർ പറഞ്ഞത്, ഈ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമൊക്കെ അവിടെ നിൽക്കട്ടെ, ഈ ഗായത്രി അത് ചെയ്തു നൽകും എന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒരുപക്ഷെ അത്തരം ക്ലാഷുകൾ ഇവർ തമ്മിലും ഉണ്ടായിരുന്നിരിക്കണം. മാത്രമല്ല മറ്റുള്ളവർ ചെന്ന് പറയുന്നത് ആൾക്കാരോട് ഇടപഴകുന്ന രീതി, അതായത് വളരെ ചെറിയ പ്രായത്തിൽ ഒരു അംഗീകാരം കിട്ടിയപ്പോൾ അത് തൻ്റെ എന്തോ വലിയ ഗുണം കൊണ്ടാണ്, തനിക്ക് എന്തോ വലിയ ക്വാളിറ്റി ഉണ്ട് എന്ന് ഈ പെൺകുട്ടിക്ക് തോന്നി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് ഉടനെ തന്നെ ആര്യയ്ക്ക് അതിന് കഴിഞ്ഞ് അത് അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ആര്യ രാജേന്ദ്രൻ പ്രണയിച്ചാണെങ്കിലും MLA വിവാഹം കൂടി കഴിക്കുന്നു. അപ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ, അതായത് ഒരു ഡിഗ്രി പോലും ഇല്ലാത്ത പെൺകുട്ടി, +2 കഴിഞ്ഞ് കോളേജിൽ ചേരുന്ന പെൺകുട്ടി, ആ പെൺകുട്ടി പെട്ടെന്ന് മേയറാവുന്നു, ആ പെൺകുട്ടി ഒരു MLA കല്യാണം കഴിക്കുന്നു. അപ്പോൾ ഈ പെൺകുട്ടിയുടെ വിചാരം ആ പെൺകുട്ടി എന്തോ മഹാസംഭവമായി എന്നുള്ളതാണ്. അതിന് യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനുള്ള കഴിവുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ അതെ, അത് മാത്രമല്ല CPM-നെ സംബന്ധിച്ചിടത്ത് പറയുകയാണെങ്കിൽ 1000 തവണ അവരെ തിരുത്താനുള്ള അവസരമുണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല ആര്യ രാജേന്ദ്രൻ മാത്രം എടുത്ത തീരുമാനങ്ങളാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടപ്പിലാക്കിയിരുന്നത് എന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. സത്യത്തിൽ ആര്യ രാജേന്ദ്രൻ്റെ അഹങ്കാരവും ധാർഷ്ട്യവും ഒപ്പം ആരൊക്കെയോ പിൻസീറ്റ് ഡ്രൈവിംഗ് നടത്തി അവരെ നന്നായി പറ്റിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിൽ വളരെ പ്രധാനപ്പെട്ട ജനങ്ങൾ ഇത്രത്തോളം ഇവരെ വെറുക്കാൻ കാരണമായത് ജനങ്ങളുടെ ഇടയിലേക്ക് അഴിമതി, സ്വജനപക്ഷപാതം, ബാക്കിയുള്ള നമ്മൾ കണ്ടതല്ലേ. പിന്നെ ആശാ വർക്കർമാരുടെ ഞാൻ തോന്നുന്നു ആരെയൊക്കെ നിയമിക്കണമെന്ന് പാർട്ടി സഖാവിനോട് ചോദിച്ചിട്ട് ആരെയൊക്കെയാണ് നിയമിക്കേണ്ടതെന്ന് മെഡിക്കൽ കോളേജിലെ തൊഴിലാളികളെ സംബന്ധിച്ച് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി. അന്നൊക്കെ വലിയ രീതിയിൽ ഇവരെ സംരക്ഷിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു കേരളത്തിലെ ഇടതുപക്ഷം. നമുക്കറിയാം, എല്ലാവരും കേരള സൈബർ സഖാക്കൾ അടക്കമുള്ളവർ ഇറങ്ങി ആര്യയ്ക്ക് വേണ്ടി വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തിയത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാഴ്ച, ഇവർ മേയറായി, അത് കഴിഞ്ഞ് ഇവർ വിവാഹം കഴിക്കുന്നു MLA. അതിനുശേഷം ഇവർക്കുണ്ടായ മാറ്റം, ആ മാറ്റം കേരളത്തിലെ അവരുടെ തന്നെ ആൾക്കാരെ ചൊടിപ്പിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാവുകയാണ്. അവരുടെ ജനദ്രോഹ നടപടികൾ, അവരോട് ആരെങ്കിലും എന്തെങ്കിലും പറയാൻ ചെന്നാൽ അവർ കാണിച്ചിരുന്ന ധാർഷ്ട്യം, അഹങ്കാരം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ ഒരുപാട് ജനങ്ങളിൽ നിന്ന് അകറ്റി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക. നോക്കൂ, നമ്മൾ 3 മാസമേ ആയിട്ടുള്ളൂ തിരുവനന്തപുരത്ത് BJPയുടെ ഒരു മേയർ വന്നിട്ട്. BJPയുടെ മേയറാണ്. ആലോചിക്കണം, കേരളത്തിലെ ജനങ്ങൾ BJPക്കാർ വലിയ പ്രശ്നക്കാരാണെന്ന് പറഞ്ഞു വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന നറേറ്റീവുകൾ സെക്കൻഡ് കൊണ്ട് പൊളിച്ചെടുക്കുകയാണ്. അതാ പറഞ്ഞത്, കയറിയ ആൾക്കാരോട്, ജനങ്ങളോട് ഒരു പ്രവർത്തകൻ, ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് കാണിച്ചു തരുന്ന രീതിയിൽ, വളരെ ഭംഗിയായ രീതിയിൽ അദ്ദേഹം ജനങ്ങളെ കാണിച്ചു തരികയാണ്. അത് പൊതുപ്രവർത്തകർക്ക് ഒരു പാഠമാകേണ്ടതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ്. അദ്ദേഹം എല്ലാ സ്ഥലത്തേക്കും എത്തിച്ചേരുന്നു. ഒരു ജനകീയനായ, എനിക്ക് തോന്നുന്നു അതെ, ലക്ഷ്യം ആ വീട്ടിലുള്ളവരെ പരിചയപ്പെടുക, ആ വാർഡിലുള്ളവരെ പരിചയപ്പെടുക, അവരുടെ പ്രശ്നങ്ങൾ അറിയുക, നേരിട്ട് അറിയുക. ഒരു ജനസമ്പർക്ക യാത്രയാണ്. ഇത് വലിയ പബ്ലിസിറ്റി കൊടുക്കാതെ മേയറായിട്ട് ഓരോ സ്ഥലങ്ങളിൽ പോകുന്നു. അതെ, മാത്രമല്ല രാത്രി ഞാനൊരു ദിവസം 8 മണിക്ക് 9 മണിക്ക് അദ്ദേഹത്തെ ഒരു ഇന്റർവ്യൂവിന് രാത്രി 9 മണിക്ക് സമയം കിട്ടിയത്. അവിടെ ചെല്ലുമ്പോൾ അപ്പോഴും അദ്ദേഹം ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ 45 വർഷമായി അങ്ങേയറ്റം നശിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു നഗരസഭയെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുവരുന്നതെന്നുള്ള ചർച്ചകളിലും ചിന്തകളിലും തീരുമാനങ്ങളിലുമാണ്. ഏതൊരു രാഷ്ട്രീയക്കാരും ഇല്ല, PR ടീം കുറവാണ്. അതെ അതെ അതെ, പോയി ഇങ്ങോട്ട് പോയി വരാത്തത് PR ഇല്ലെന്ന് തോന്നുന്നു. ആര്യ രാജേന്ദ്രനൊക്കെ അങ്ങനെയല്ലായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആര്യ രാജേന്ദ്രൻ കൗൺസിലിൽ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അതെടുത്ത് കട്ട് ചെയ്തുകൊണ്ട് എന്നെ ബാലസംഘം എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ് ഇവിടെ വരെ എത്തിച്ചത്, മേയറാക്കാനുള്ള കപ്പാസിറ്റിയിലാണ് വളർത്തിക്കൊണ്ടുവന്നതെന്നൊക്കെയാണ് പറഞ്ഞു തന്നത്. ഏതായാലും ആ കപ്പാസിറ്റി ഒന്നും ഇല്ലാന്ന് ഇപ്പം ജനങ്ങൾക്ക് ബോധ്യമായി, CPM-നും ബോധ്യമായിരിക്കുന്നു എന്നാണ് മനസ്സിലായത്. പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്ക് ഉറപ്പുണ്ട്, കഴിഞ്ഞ 5 വർഷം ഇത്രയും പ്രശ്നമുണ്ടായിട്ടും അവരെ ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളത് തീർച്ചയായും അവർക്ക് ആരും ഒരു ഗോഡ് ഫാദർ അതിലുണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോ ഒരു നിവർത്തിയും ഇല്ലാതെ വന്നപ്പോൾ നമുക്കറിയാം, തള്ളി പറഞ്ഞു. അത് കേരളം മുഴുവൻ നമുക്കറിയാം. കേരളം മുഴുവൻ ഉണ്ടായ ഇടത് വിരുദ്ധ തരംഗം
കേരളത്തിലെ ഇടതു പ്രസ്ഥാനങ്ങളുടെ അണികളിൽ ഉണ്ടായിട്ടുള്ള അസ്വസ്ഥത അതൊക്കെ വോട്ടായി മാറിയില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ഇടതുവിരുദ്ധ തരംഗത്തിലും ഈ ആര്യ രാജേന്ദ്രനല്ല, കേരളം മുഴുവൻ ഉണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണക്കാരി ആര്യ രാജേന്ദ്രൻ അല്ല. യഥാർത്ഥത്തിൽ ആര്യ രാജേന്ദ്രൻ കണ്ടുപിടിച്ച നേതാക്കളാരാ? ആര്യ രാജേന്ദ്രൻ നോക്കുമ്പോൾ ആദ്യം കാണുന്നത് തിരുവനന്തപുരത്ത് ജനങ്ങളുടെ ഇടയിൽ ധാർഷ്ട്യം കാണിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയായി തുടരുകയാണ്, അനിഷേധ്യനായി തുടരുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആര്യ രാജേന്ദ്രൻ വിചാരിച്ച ഇങ്ങനെ ധാർഷ്ട്യം കാണിച്ചെങ്കിൽ എനിക്കും അനിഷേധ്യായി എല്ലാ കൊല്ലവും എല്ലാ കാലവും ഇങ്ങനെ തുടരാൻ കഴിയുമെന്നുള്ള കണ്ടുപിടിച്ചതാണ്. നിയമം ബുക്ക് ചെയ്ത് വെച്ചേക്കായിരുന്നു. അതെ, നിയമസഭയിൽ നിയമത്തെ സ്ഥാനാർത്ഥിയാകുമെന്ന് പറഞ്ഞെങ്കിലും സത്യത്തിൽ CPM അപകടം നടത്തു. യദുവിന്റെ പ്രശ്നമാണ് കേരളത്തിലെ ജനങ്ങൾ ഇത്രത്തോളം ഈ പറയപ്പെടുന്ന മേയറെ വെറുക്കാനുള്ള കാരണം. ആ KSRTC ബസ് ഡ്രൈവറുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ്. അത് വളരെ എവിഡൻ്റായി കേരളത്തിലെ ജനങ്ങൾക്ക് CCTV ദൃശ്യങ്ങളിൽ നിന്ന്, ബാക്കിയുള്ള കാര്യങ്ങളിൽ നിന്ന്, CCTV മാറ്റിയതിൽ നിന്ന്, അന്ന് പുറത്തു വന്ന വിഷ്വലിൽ നിന്ന്, അവരുടെ വിശദീകരണങ്ങളിൽ നിന്ന്, ഭാര്യയും ഭർത്താവും കൂടെ കാണിച്ചു കൂട്ടിയ തോന്നിവാസം കേരളത്തിലെ ജനങ്ങൾക്ക് വ്യക്തമായി. ഗണേഷ് കുമാറും ആര്യയും തമ്മിൽ എപ്പോഴും ഉടക്കായിരുന്നു. പക്ഷെ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ അവർ രണ്ടും കൂടി ഒന്നിച്ചു പ്രൊട്ടക്ട് ചെയ്ത് സംസാരിച്ചു എന്നുള്ള. അപ്പൊ അതിൽ തന്നെ ഫോൺ ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞ ഒരു വലിയ വിവാദമൊക്കെ ഉണ്ടാക്കി. അപ്പൊ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആരോ ഒരാൾ അവർക്ക് ഉണ്ടായിരുന്നു, അവർ പാർട്ടിയിൽ അവരെ നിലനിർത്തുന്ന ഏതോ ഒരു ശക്തി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഒരു അവസാന കാലഘട്ടത്തിലെങ്കിലും, അവസാനത്തെ 2 വർഷമെങ്കിലും ഒരുപക്ഷെ ഇവരെ മാറ്റി അവിടേക്ക് വേറൊരാളെ കൊണ്ടുവന്നിരുന്നെങ്കിൽ CPM മുഖം രക്ഷിക്കാമായിരുന്നു. അതുപോലും സംഭവിച്ചില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവരുടെ ധാർഷ്ട്യത്തിൽ തിരുവനന്തപുരത്തെ ജനങ്ങൾ ഒന്നടങ്കം CPM-നെതിരായി. ആ ധാർഷ്ട്യം കണ്ടുകൊണ്ടിരുന്ന ജനങ്ങൾ കേരളം ഒട്ടാകെ ഒരുപക്ഷെ CPM-നെ ഈ വോട്ടിംഗ് പെർസെന്റേജിൽ അത് പ്രതിഫലിച്ചില്ലെങ്കിൽ പോലും ആര്യ രാജേന്ദ്രനെ CPM-നെയും ഒക്കെ വെറുക്കാനുള്ള ഒരു കാരണമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക്, അതായത് നഗരസഭയിലെ പ്രതിപക്ഷം BJP-ആണ്. അപ്പൊ ജനം തീരുമാനിച്ചു ഇനി അതുപോലെ നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ എവിടെയാണോ BJP ജയിക്കേണ്ടത് അവിടെ 2 മണ്ഡലങ്ങളിൽ BJP ജനം ജയിപ്പിച്ചു, ബാക്കിയെല്ലാം UDF-നെ ജയിപ്പിച്ചു. അത് നഗരപരിധിയിൽ. അതെ. അപ്പൊ ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് CPM എപ്പോഴും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നേരത്തെയും CPM ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. ആദ്യമായി ഒരു സംഘടനയ്ക്ക് സംസ്ഥാന സെക്രട്ടറി ഉണ്ടായിട്ടുള്ളത് അന്ന് SFIക്ക് സിന്ധു ജോയി ആയിരുന്നു. അതിനുശേഷം സിന്ധു ജോയി ഇതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നു, ഉമ്മൻചാണ്ടിക്കെതിരെ മത്സരിപ്പിക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലും അതാ പറഞ്ഞേ അതും ഒരു പരാജയപ്പെട്ട പരീക്ഷണമായിരുന്നു. അതൊരിക്കൽ MP രാജേഷ് തന്നെ പറഞ്ഞിട്ടുണ്ട്, പരാജയപ്പെട്ട പരീക്ഷണമായിരുന്നു എന്ന്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിൽ പലപ്പോഴും ഇങ്ങനെ ഈ പെട്ടെന്ന് ആരുടെയെങ്കിലും ഒക്കെ നോമിനികളായി വരികയും പെട്ടെന്ന് ഉയർന്ന സ്ഥാനത്തേക്ക് എത്തുകയും ആ കാലഘട്ടത്തിൽ സിന്ധു ജോയി സമരം ചെയ്യുന്ന നേതാവായിരുന്നു. പക്ഷെ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലായി സിന്ധു ജോയി. വളരെ എനിക്ക് തോന്നുന്നു ഒരു ഐഡന്റിറ്റി ക്രൈസിസ് പോലും ഉണ്ടായി എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഞാൻ പറയുന്നു, ആര്യ രാജേന്ദ്രനെ സത്യത്തിൽ ആര്യ രാജേന്ദ്രൻ ലോകത്തുള്ള എല്ലാവരും വെറുക്കാനുള്ള ഒന്ന് ആര്യ രാജേന്ദ്രന്റെ ശരീരഭാഷയിൽ തന്നെ ഒരു അഹങ്കാരിയുടെ ശരീരഭാഷയുണ്ട്. അപ്പോൾ ഒരു അഹങ്കാരി ഇപ്പൊ എനിക്കും ഉണ്ട് കേട്ടോ. എനിക്ക് ആ ശരീരഭാഷയുള്ള ഒരാളാണ്. എന്നെ പെട്ടെന്ന് കാണുമ്പോൾ ആൾക്കാർ വിചാരിക്കും ഞാൻ വലിയ അഹങ്കാരിയാണ്. പക്ഷെ നമ്മളോട് കുറച്ചു നേരം സംസാരിച്ച് കഴിയുമ്പോൾ അറിയാത്തവരാണ്, എന്നെക്കുറിച്ച് അറിയാത്തവരാണ് ഞാൻ അഹങ്കാരിയാണെന്നും ഒക്കെ പറഞ്ഞുണ്ടാക്കുന്നത്. പക്ഷെ നമ്മളോട് കുറച്ചു നേരം സംസാരിച്ച് കഴിയുമ്പോൾ ജനങ്ങൾ നമുക്കിപ്പോൾ എൻ്റെയൊക്കെ സൗഹൃദ വലയത്തിൽ എന്നെ ഒരു സുഹൃത്താക്കിയാൽ പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ ആരും എന്നോട് അങ്ങനെ വിട്ടുപോകാറില്ല. നല്ല സൗഹൃദമുള്ളവർ കേട്ടോ. അല്ലാതെ ഇപ്പോൾ എവിടെയെങ്കിലും കണ്ടവരാരെങ്കിലും മിണ്ടി പറഞ്ഞു പിന്നെ നാളെ ബന്ധം ഉപേക്ഷിച്ചൊക്കെ പോവാം. പക്ഷേ എൻ്റെ നല്ല സുഹൃത്ത് എനിക്ക് തോന്നുന്നു എനിക്ക് LKG മുതലുള്ള സുഹൃത്തുക്കൾ എൻ്റെ സുഹൃത്തുക്കൾ എപ്പോഴും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ഒരു ജനപ്രതിനിധിയാകാൻ അല്ലെങ്കിൽ ഒരു മാധ്യമ പ്രവർത്തകയായാൽ ഒരു ജനപ്രതിനിധിയാൽ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നാണല്ലോ. ജനങ്ങളുടെ പ്രശ്നങ്ങളും ജനങ്ങളുടെ ഗ്രീവൻസും കേൾക്കാനും അത് സമൂഹത്തോട് പറയാനുമാണ് മാധ്യമപ്രവർത്തകർ. ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അത് പരിഹരിക്കാനും നിയമവഴിയിലൂടെ പരിഹരിക്കാനും എന്തെങ്കിലും മാർഗങ്ങളിലൂടെ അവരെ സംരക്ഷിക്കാനുമാണല്ലോ ജനപ്രതിനിധികൾ ഉണ്ടാവേണ്ടത്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ജനപ്രതിനിധിയാകണമെങ്കിൽ അങ്ങനെ, ഇനി അഥവാ മാധ്യമപ്രവർത്തകയാകണേ അങ്ങനെ, അഭിഭാഷകർ നമ്മൾ ചെയ്യുന്ന ജോലിയോട് നമ്മളെപ്പോഴും കൂറു പുലർത്തുക. അവിടെ ജനങ്ങളാണ് നമ്മളിപ്പോൾ ഏത് മേഖലയാണെങ്കിലും ജനങ്ങളുമായി ബന്ധപ്പെട്ട മേഖലയാണ്, അല്ലാത്തൊരു മേഖലയും ഇല്ലെന്നേ. നമ്മൾ എന്ത് ചെയ്താലും ഇപ്പോൾ ഒരു ഗവൺമെന്റ് ഒഫീഷ്യൽ ആണെങ്കിൽ പോലും ഗവൺമെന്റ് ഒഫീഷ്യൽ ഇതിനെ സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആളാണ്. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ജനസമ്പർക്കവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ജനങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ മഹാസംഭവമാണെന്ന് തോന്നുകയോ നമ്മൾ അഹങ്കാരം കാണിക്കുകയോ ചെയ്തുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമുക്ക് നിലപാടുകളൊക്കെ ഉണ്ടാവും. സ്ത്രീകൾ പലപ്പോഴും നിലപാടുള്ളവരെ അഹങ്കാരികളെന്ന് ചിലർ വിളിക്കാറുണ്ട്. പക്ഷെ അത് ഒഴിവാക്കലാണ്, ജനങ്ങൾ ജഡ്ജ് ചെയ്യുന്നതാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ധാർഷ്ട്യവും അഹങ്കാരവും നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരാൾ, നമ്മളോട് എന്തെങ്കിലും ആവശ്യത്തിന് വരുന്ന ഒരാളോട് ധാർഷ്ട്യവും അഹങ്കാരവും
അഹങ്കാരവും കാണിക്കുന്നത് ഒരിക്കലും ജനം പൊറുക്കില്ല എന്ന് ഇനിയെങ്കിലും ആര്യ മനസ്സിലാക്കണം. സത്യത്തിൽ ആര്യയുടെ ഭർത്താവിന്റെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പോലും പങ്കെടുക്കാൻ സാധിക്കുന്നില്ല, അനുമതിയില്ലായിരുന്നു ബാലുശ്ശേരി. പക്ഷെ എങ്കിൽ പോലും തോറ്റു എന്നുള്ള സത്യത്തിൽ ബാലുശ്ശേരിയിൽ സച്ചിനെ തോൽപ്പിച്ചതും തീർച്ചയായിട്ടും ഈ ഇടത് വിരുദ്ധ തരംഗമൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ഞാൻ വിശ്വസിക്കുന്നത് ആര്യ രാജേന്ദ്രന്റെയും ആ കൂട്ടത്തിൽ കൂട്ടുനിന്ന സച്ചിൻ ദേവിന്റെയും ഒരുപക്ഷെ ഇപ്പോൾ പക്വതയില്ലാത്ത ഭാര്യമാർ, പ്രായത്തിന്റെ വ്യത്യാസമൊക്കെ ഭർത്താക്കന്മാരുമായിട്ടൊക്കെ കാണും. എല്ലാവർക്കും ഒന്നും പക്വതയില്ല കേട്ടോ. എനിക്ക് ഇച്ചിരി പക്വത കുറഞ്ഞ ആളാണ് ചില സമയങ്ങളിൽ, ചില കാര്യങ്ങൾ, എല്ലാ കാര്യത്തിലും അല്ല. പക്ഷെ അപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോട് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും എനിക്ക് എന്താ പ്രശ്നം. അല്ലെ എൻ്റെ സുഹൃത്തുക്കൾ പറയും എന്നോട്, സുഹൃത്തുക്കൾ ചൂണ്ടിക്കാട്ടെ ശ്രീലേ അത് നിനക്ക് പക്വതയില്ലായ്മ കൊണ്ടാണ്, നീ കുറച്ച് നിയന്ത്രിക്കണം എന്ന് പറയുമ്പോൾ ഞാനത് മനസ്സിലാക്കും. അത് നമ്മളെ നവീകരിക്കാനുള്ള നമ്മുടെ ശ്രമങ്ങളാണ്. അത് അഹങ്കാരം എടുത്തിട്ട് കാര്യമില്ല. ഇവിടെ രണ്ടുപേരും സച്ചിനും അതിനൊപ്പം നിന്നു എന്നുള്ളതാണ്. ഒരിക്കൽ പോലും ആ പ്രശ്നം ഉണ്ടാകുമ്പോൾ ശരി നിർത്തൂ, ആര്യ പോകാം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയും പ്രശ്നമാവില്ല. സഹോദരനും ഉണ്ടായിരുന്നു. അവിടുത്തെ പ്രശ്നം എന്തായിരുന്നു? ഇവരെല്ലാം CPM എന്ന പാർട്ടിയുടെ ചട്ടക്കൂട്. അതാണ് എവിടെയെങ്കിലും CPM-ന്റെ ജില്ലാ കമ്മിറ്റി, ഒരു ലോക്കൽ കമ്മിറ്റി, ഒരു ചിത്രം, ആ കമ്മിറ്റി ചേരുന്ന ഒരു ചിത്രമെങ്കിലും പുറത്തു വന്ന് കണ്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ഒരു വിഭാഗീയതയുടെ പേരിലായാലും ഒരു എതിർത്ത് നിൽക്കുന്ന ഒരാളുടെ പേരിലായാലും. ഇപ്പൊ G. സുധാകരൻ പോലും ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിലൊക്കെ രൂക്ഷമായിട്ടാണ് ഇന്ന് വാർത്തയുണ്ടായിരുന്നു. അദ്ദേഹം പിന്നെയും ഓർമ്മിച്ചു പറഞ്ഞു, ഒരു നേതാവിനെ കൊണ്ട് ജില്ലാ കമ്മിറ്റി എന്നെ തന്തയ്ക്ക് വിളിപ്പിച്ചു, ഞാൻ ഭുവനേശ്വരന്റെയും എന്റെ അച്ഛൻ ഒന്ന് തന്നെയാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ഇറങ്ങി വന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു വാർത്ത പോലും, കാരണം അവർ എല്ലാം അടച്ചിട്ട മുറിയിലുള്ള ചർച്ചകളാണ്, അടച്ചിട്ട മുറിയിലെ തീരുമാനങ്ങൾ. ഈ തീരുമാനങ്ങൾ അവിടെ പ്രസ്താവനയിൽ നിന്ന് മാത്രമേ പുറത്തു വരികയുള്ളൂ. എന്നാൽ കോൺഗ്രസ് അങ്ങനെയല്ല. അവര് പറയാനുള്ള പുറത്തിറങ്ങി പരസ്യമായിട്ട് പറയും, അകത്ത് അടച്ചിടാതെ പുറത്തിറങ്ങി ജനാധിപത്യ രീതിയിൽ തന്നെ ഒരു അഭിപ്രായം പറയും, തിരിച്ചു പറയും. ഇപ്പൊ സതീഷിനെതിരെ, മുഖ്യമന്ത്രിയായിട്ടും വി. ഡി. സതീഷിനെതിരെ ദീപ്തി മേരി വർഗീസ് അല്ലേ? അപ്പൊ അതൊക്കെ അവർ ജനാധിപത്യ ചട്ടക്കൂടുകൾ കാണുന്നുണ്ട്. ഇതിങ്ങനെയാണ്, അതായത് ആരും പറഞ്ഞു കൊടുക്കാനില്ല. അല്ലെങ്കിൽ ഈ പാർട്ടി എന്ത് പറയുന്നോ ആ വഴിക്കേ പോവുകയുള്ളൂ. അവിടെ അവസ്ഥ സത്യത്തിൽ അവരെ തിരുത്തേണ്ട സമയത്ത് തിരുത്തിയില്ല എന്നുള്ളത് CPM ചെയ്ത വലിയ തെറ്റാണ്. ഒരുപക്ഷെ തിരുത്തേണ്ട സമയത്ത് അവരെ തിരുത്തുകയോ അല്ലെങ്കിൽ മാറ്റേണ്ട സമയത്ത് അവരെ മാറ്റുകയോ ചെയ്തിരുന്നെങ്കിൽ ഇനി അവർക്കൊരു രാഷ്ട്രീയ ഭാവിയെങ്കിലും ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നില്ല. ഇനിയിപ്പോൾ അവർക്കൊരു രാഷ്ട്രീയ ഭാവി, ഇനി അവർക്കൊരു തിരിച്ചുവരവിനുള്ള സാധ്യത പോലുമില്ല. +2 കഴിഞ്ഞൊരു പെൺകുട്ടി വിദ്യാഭ്യാസം ഇടയ്ക്ക് അവസാനിപ്പിച്ച് 5 വർഷം ഒരു സംഘടനയ്ക്ക് വേണ്ടി ബലിയാടായി എന്നാണ് പറയുന്നത്. അത് അവർക്ക് ഗുണമുണ്ടായി. ഒരു MLA കല്യാണം കഴിക്കാൻ കഴിഞ്ഞു എങ്കിലും ഇപ്പോൾ അയാൾ MLA-യും അല്ല. ഇനി അയാൾക്കും ഇവർക്കും ഒരു തിരിച്ചുവരവുണ്ടോ എന്നുള്ള കാര്യം വളരെ സംശയമാണ്. എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുക എന്നുള്ളതല്ലാതെ വലിയ അഴിമതികൾ ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ആര്യ രാജേന്ദ്രനെ മൊത്തത്തിൽ കുറ്റം പറഞ്ഞ് ആര്യ രാജേന്ദ്രനെ യഥാർത്ഥത്തിൽ ഒരു ബലിയാടാക്കുകയാണെന്ന് സംശയമുണ്ട്. കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നഗരസഭയിൽ നടന്ന അഴിമതികൾ ഒന്നൊന്നായി പുറത്തു വരുന്നുണ്ട്. ഒരു കല്യാണ മണ്ഡപം വാടകയ്ക്ക് കൊടുത്തതുമായി ബന്ധപ്പെട്ട് അതെ കേസ് ആര്യക്കെതിരെയാണ്. അടുത്തത് അതുപോലെ തന്നെ പുത്തരിക്കണ്ടം മൈതാനം കരാർ കൊടുത്തതുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഇതൊക്കെ ഇത് ഒഫീഷ്യലി ഒപ്പിടുന്നത് ആദർശവാന്മാരാണെന്ന് പറയുന്ന CPI-യുടെ ഡെപ്യൂട്ടി അതെ. അപ്പോ എന്നിട്ട് പഴി മൊത്തം ആര്യ രാജേന്ദ്രനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ CPM-ന് ഈ ആര്യ രാജേന്ദ്രനെ മാത്രം മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. CPM-ന്റെ അഴിമതിയും സ്വജനപക്ഷപാതവും ധാർഷ്ട്യവും അഹങ്കാരവും എല്ലാം ആര്യ രാജേന്ദ്രനിലൂടെ പുറത്തു വന്നു. ജനങ്ങൾ കണ്ടു അവർ മേയറായതുകൊണ്ട്. പക്ഷെ ആര്യ രാജേന്ദ്രനെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് CPM എല്ലാത്തിൽ നിന്നും കൈ കഴുകാമെന്ന് വിചാരിക്കേണ്ട. CPM കഴിഞ്ഞ 45 വർഷമായി തിരുവനന്തപുരം നഗരസഭയിൽ കാട്ടിക്കൂട്ടിയത് പുറത്തു വരുമെന്നുള്ള ഭയം കൊണ്ടാണ് ആര്യ രാജേന്ദ്രനെ ബലിയാടാക്കിക്കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്.